Assalamualaikum. Hi friends. Welcome to Delicious Recipes Hut. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് 6 മാസം കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മൾട്ടി ഗ്രെയിൻ സെറൽ പൗഡറും അതുപോലെ തന്നെ അത് വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കോണാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പേൾ ബാർലിയാണ് വേണ്ടത്. അതും ഇതേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം വെള്ളം ഒന്ന് കളഞ്ഞിട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് റൈസാണ്. അതും അതേ മെഷർമെൻറ്റിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്രെയിൻസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. കോണ്, ബാർലി, റൈസ് ഇത് മൂന്നും കുറച്ച് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ വൃത്തിയുള്ള ഒരു ടവലിൽ ഒന്ന് ഉണക്കാനിടണം. വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർക്ക് ഈ രീതി ഉപയോഗിക്കാം. ഞാനിതിവിടെ 25 മിനിറ്റോളം ഇങ്ങനെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞു മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കെടുത്ത് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബാർലി ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഒരുപാട് തീ കൂട്ടി വെച്ച് റോസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷെ നന്നായിട്ട് മൂത്ത് വരില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാനും കഴിയില്ല. നന്നായി റോസ്റ്റായിട്ട് വരുമ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പാനിൽ നിന്നും ഇത് മാറ്റാം. ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് ഒന്ന് മാറി വരുമ്പോൾ ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് കോണാണ്. അതും ഇതേ രീതിയിൽ തന്നെ ചെറിയ തീയിലിട്ട് നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം. വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുന്നവർക്ക് നന്നായി ഇത് ഉണക്കിയെടുത്ത ശേഷം ഇതങ്ങ് പൊടിച്ചെടുത്താൽ മതിയാവും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമേ വരുന്നില്ല. ചെറുതായിട്ടല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുത്താലും മതിയാവും. ഇത് ഇവിടെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെയും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി റൈസാണുള്ളത്. അതും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾ 2 ഗ്രെയിൻസ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് പൗഡറായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ നല്ല ചൂട് ഒന്ന് മാറിയ വരുമ്പോൾ ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. ഓവറായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നന്നായി പൊടിഞ്ഞു വരില്ല. നമുക്കിനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് ഞാൻ ആദ്യം ബാർലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ തീരെയും തരി ഉണ്ടാകാൻ പാടില്ല. വളരെ ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ.
ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് നല്ലതായിട്ട് അരിച്ചെടുക്കണം. ഞാനിവിടെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം തരിയില്ലാതെ നല്ല രീതിയിൽ എനിക്ക് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും. അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം, എന്നിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ കോണാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. കോണും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇതേ രീതിയിൽ തന്നെ റൈസും നന്നായിട്ട് പൊടിച്ചെടുക്കണം, എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. റൈസിൻ്റെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെന്തി ആയി പോവും. അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യുക. എന്നിട്ട് ഈ 3 പൗഡറും പിന്നെ എക്സ്ട്രാ 2 പൗഡറും കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് എടുക്കാം. കോണും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ചേർക്കുന്ന 5 ഗ്രെയിൻസും ഒരേ അളവിൽ തന്നെയാണ് ചേർക്കുന്നത്. ഇതിനായിട്ട് അളവ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കോണാണ്, കോൺഫ്ലോറാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ബാർലി പൊടിച്ചെടുത്തതാണ്. അതോടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. അതും ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി നിങ്ങളുടെ കയ്യിൽ അല്ലാതെ ഉണ്ടെങ്കിൽ അതങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോൾ വീറ്റ് വാങ്ങി ഇതേ രീതിയിൽ തന്നെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് ഞാനിവിടെ ഒന്ന് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് കോണ്, പേൾ ബാർലി, അതുപോലെ റൈസ്, വീറ്റ്, ഓട്സ്, ഇത്രയും ഗ്രെയിൻസാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ. ഞാനീ പറഞ്ഞ 5 ഗ്രെയിൻസ് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഗ്രെയിൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ ഒരു 5 ഗ്രെയിൻസ് ആഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു സെർലാക്കിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. ഈ പൊടികളെല്ലാം മിക്സിയിലേക്ക് ഇട്ടിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഒന്നുകൂടെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ സ്റ്റെപ്പ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് മൾട്ടി ഗ്രെയിൻ സെറൽ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോളിലാണ് എടുത്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ എയർ കയറാത്തതുമായ ഒരു ബോട്ടിലെടുക്കുക. ഇതിനി ബോട്ടിലേക്ക് മാറ്റാം. അതുപോലെ ഇത് വെച്ചിട്ട് ഒരു ഹോം മെയ്ഡ് സെറൽ റെസിപ്പിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ നമുക്ക് കാണാം. ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ, 1-2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം.
ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പാല് ചേർത്തും കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കാച്ചാറുണ്ട്. പക്ഷേ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാലിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ അയൺ കൂടുതലുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ വളരെ നല്ല ഒന്ന് തന്നെയാണ് തേങ്ങാപ്പാൽ. ഇനി ഇതിലേക്ക് വേണ്ടത് കരിപ്പോട്ടിയാണ്. അത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മധുരം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടത് എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കരിപ്പോട്ടി ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. മധുരത്തിനായി കരിപ്പോട്ടിയോ അല്ലെങ്കിൽ പനകൽക്കണ്ടമോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇത് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി മെൽറ്റായ ശേഷം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. കരിപ്പോട്ടിക്കകത്ത് ചെറിയ ചെറിയ അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണും. എപ്പോഴും അരിച്ച് വേണം എടുക്കാൻ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മൾട്ടി ഗ്രെയിൻ സെറൽ പൗഡർ ചേർക്കണം. ഇത് കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഈ 5 ഗ്രെയിൻസും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. ഓരോ ഗ്രെയിൻസായിട്ട് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ബാർലിപ്പൊടിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് കുഞ്ഞിന് കൊടുത്ത് ഒരു 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു ഗ്രെയിൻസും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 2-3 ദിവസം കഴിഞ്ഞ് അടുത്ത ഗ്രെയിൻസ് കൂടെ കൊടുക്കുക. അങ്ങനെ ഈ 5 ഗ്രെയിൻസും പതുക്കെ കൊടുത്ത് കുഴപ്പമില്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഇത് 5 എണ്ണം കൂടെ മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിതിവിടെ കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന കരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് കുറുക്കിയെടുക്കാം. എല്ലാ കുട്ടികൾക്കും എല്ലാ ധാന്യങ്ങളും പിടിക്കണമെന്നില്ല. ചിലർക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗ്രെയിൻസായി എടുത്ത് നോക്കിയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറുക്ക് കാച്ചുമ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കാച്ചിയെടുക്കണം. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ആപ്പിള്, ക്യാരറ്റ് ഇതൊക്കെ സ്റ്റീം ചെയ്തെടുത്ത ശേഷം അതൊന്ന് പൾപ്പാക്കി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏത്തയ്ക്ക ഉണങ്ങിപ്പൊടിച്ചതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫ്ലേവർ വരുത്തി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നതും മറ്റുള്ള പാലുകളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറുക്കുമ്പോൾ കൂടുതൽ കട്ടിയിൽ കുറുക്കിയെടുക്കരുത്. തണുത്ത് കഴിയുമ്പോൾ അതൊന്നുകൂടെ ഇരുന്ന് കട്ടിയാവും. അതുകൊണ്ട് ചെറിയൊരു ലൂസായിട്ട് വേണം കാച്ചിയെടുക്കാൻ. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇറക്കാൻ പാടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കാച്ചിയെടുക്കാൻ.
അപ്പോൾ നമ്മുടെ മൾട്ടിഗ്രെയിൻ സെറൽ പൗഡറും അതുപോലെ തന്നെ റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.